മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന രോഗം ആണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും ഇത് നമ്മൾ ശരീരത്തിൽ ക്രോണിക് അവസ്ഥ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ക്രോണിക് ആയിട്ടുള്ള അവസ്ഥയിൽ ബാക്ടീരിയ നിൽക്കുകയും ഇത് വലിയ വലിയ രോഗങ്ങൾക്ക് ഞരമ്പുകളെ ന്യൂറോളജിക്കലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ശരീരം മുഴുവൻ നീർക്കെട്ടും വേദനയും ഒക്കെ പലപ്പോഴും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത. പലപ്പോഴും കൾച്ചർ ചെയ്താലോ അല്ലെങ്കിൽ യൂറിൻ റൂട്ടീൻ ടെസ്റ്റ് ചെയ്താലോ ഒന്നും ഈ പഴുപ്പ് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇത് പല രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അത് തന്നെയാണ് പലപ്പോഴും സ്ത്രീകളിൽ ഉണ്ടാകുന്ന രക്തവാതം, അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന തൈറോയിഡ്. ഈ തൈറോയിഡ് ഉള്ളവർക്കും അടിവയറിലൊരു വേദന ഉണ്ടാവുകയും ഉള്ളവർക്ക് അല്ലെങ്കിൽ രാത്രി സമയത്ത് കിടക്കുമ്പോൾ ഒരു കുളിര് പോലെ തോന്നുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളിൽ ഇവർക്കൊക്കെ മൂത്രത്തിൽ പഴുപ്പിനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ തൈറോയിഡ് നോർമലായിട്ട് വരുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിലുള്ള പല രോഗത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് മൂത്രത്തിൽ പഴുപ്പാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മൂത്രത്തിൽ പഴുപ്പ് ഒരു നിസ്സാരക്കാരനായിട്ട് നമ്മൾ എഴുതി തള്ളാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ആർക്കെങ്കിലും വിട്ടുമാറാത്ത 10-20 വർഷമായിട്ടുള്ള നീർക്കെട്ടുള്ളവരോ അല്ലെങ്കിൽ ശരീരം മുഴുവൻ വേദനയുള്ളവരോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ അമിതമായ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ നെർവ് തളർന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ മൂത്രത്തിൽ പഴുപ്പ് വന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ മൂത്രത്തിൽ പഴുപ്പിനുള്ള ആയുർവേദ മരുന്നുകൾ ആ രീതിയിൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം ഞാൻ കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ രീതിയിൽ കഴിക്കുമ്പോൾ ഇവർ ഈ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്.